ഒന്നും ചെയ്യാനില്ലാതെ ചിലപ്പോൾ ദിവസങ്ങളോളം കഴിഞ്ഞ് കൂട്ടേണ്ടി വരും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 24 ഹവേഴ്സ് സൺലൈറ്റാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം രാത്രിയില്ല പകലില്ല. ഒരു നൊമാഡിക് ആയിട്ടുള്ളൊരു ലൈഫാണ് അത്തരം ഈ ക്യാമ്പുകളിലുണ്ടാവുക. ഇതൊക്കെ 2 സ്റ്റേഷൻ അന്റാർട്ടിക്കയിൽ, മൈത്രിയും ഭാരതി. ഈ എല്ലാ റിസർച്ചും ഇതിന് ചുറ്റുവട്ടത്താണ്. കാരണം ഈ 2 സ്റ്റേഷൻ തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ 2500 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഒരു സ്റ്റേഷൻ അടുത്തേക്ക് പോകാനോ നോക്കാനോ നമുക്ക് പറ്റില്ല. അതുപോലെ അതിനിടയിൽ എവിടെയെങ്കിലും റിസർച്ച് ചെയ്യണമെങ്കിൽ ഒരു 100 കിലോമീറ്റർ പരിധിയിലാണ് ഇപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുക സ്റ്റേഷൻ്റെ അടുത്ത്. അപ്പോൾ ആർട്ടിക്കിലാണെങ്കിൽ കുറേ കൂടി ഇത് നമുക്ക് അവിടെ സാധാരണ പോകുന്ന വെഹിക്കിൾസൊക്കെ എന്താ പറയുക, 4 വീൽ ഡ്രൈവ് വെഹിക്കിൾസൊക്കെ പലയിടത്തും പോകാൻ പറ്റും. പക്ഷേ എങ്കിലും ഒരുപാട് നടക്കേണ്ടി വരും. അന്റാർട്ടിക്കിൽ നമ്മൾ കംപ്ലീറ്റ് ഓൾ ബൈ അവർ സെൽഫാണ്. അതായത് നമ്മൾ അവിടെ ഓടിക്കുന്ന ഒരു പിന്ന് തൊട്ട് ഒരു കപ്പൽ തൊട്ട് ഹെലികോപ്റ്റർ നമ്മൾ കൊണ്ടുപോകണം. പിന്നെ ചില റിസർച്ച് നടന്നു അല്ലെങ്കിൽ ബോട്ടിൽ പോകേണ്ടി വരും. കാരണം ചിലപ്പോൾ നമ്മൾ ചിലരുടെ വർക്ക് അകത്തോട്ടായിരിക്കും. എല്ലാ അന്റാർട്ടിക്കയും മൊത്തമായിട്ട് മെൽറ്റ് ആവണമെങ്കിൽ 60 മീറ്റർ വരെ സീ ലെവൽ കൂട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്രമാത്രം അതിനകത്ത് വെള്ളമുണ്ട്. ഈ ശതകത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് 1/2 മീറ്റർ കടൽ നിരപ്പെങ്കിലും കൂടുമെന്നാണ് പറയും. കൊച്ചി പോലെ, ബോംബെ പോലെ, ഇതുപോലെ കൊൽക്കത്ത, ഇതൊക്കെ എല്ലാം നമ്മളെ ബാധിക്കുന്നതാണ്. ഡോക്ടർ തമ്പാൻ മേലത്ത് കാസർഗോഡ് സ്വദേശിയാണ്. ഇന്ത്യയുടെ ധ്രുവപ്രദേശത്തെ പര്യവേഷണങ്ങൾ എല്ലാം ഏകോപിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന NCPORൻ്റെ ഡയറക്ടറാണ്. കാസർഗോഡ് കാറടുക്ക എന്ന ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന്, അതിൻ്റെ പരിസരത്തൊന്നും കടലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു യാത്ര, ആ യാത്ര ധ്രുവപ്രദേശത്തേക്ക് എത്തുകയും അന്റാർട്ടിക്കൻ പര്യവേഷണത്തിന് 5 പ്രാവശ്യം അവിടെ പോയി മാസങ്ങളോളം ചിലവഴിച്ച് പല ഗവേഷണങ്ങളും നടത്തുകയൊക്കെ ചെയ്തു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. NCOR എന്നാണ്, അതായത് നാഷണൽ സെൻറ്റർ ഫോർ അന്റാർട്ടിക് ആൻഡ് ഓഷൻ റിസർച്ച്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഞാൻ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ നാഷണൽ സെൻറ്റർ ഫോർ അന്റാർട്ടിക് ആൻഡ് ഓഷൻ റിസർച്ച്, പിന്നെ നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷൻ റിസർച്ചായി ഞങ്ങൾ ആർട്ടിക്കിലോട്ട് എക്സ്പാൻഡ് ചെയ്തു. ഞങ്ങൾ ആദ്യത്തെ ടീമിൻ്റെ അകത്ത് സാർ ഉണ്ടായിരുന്നു. ആദ്യത്തെ സൗത്ത് പോൾ ടീം, തെക്കൻ ധ്രുവവും, അതായത് നമ്മൾ മറ്റേ ജിയോഗ്രഫിക് സൗത്ത് പോളും അന്റാർട്ടിക്ക എന്ന് പറഞ്ഞ 2 അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക, ഒരു വൻകരയാണ്. അതായത് ഇന്ത്യയുടെ ഒരു 4.5 മടങ്ങോളം വലിപ്പമുള്ളൊരു വൻകരയാണ്. ആ വൻകരയുടെ 90 ഡിഗ്രി സൗത്താണ് നമ്മൾ പറഞ്ഞ സൗത്ത് പോൾ. ഇന്ത്യ അതുവരെ ഒരിക്കലും പോയിട്ടില്ലായിരുന്നു. ഇവിടെ 2010 ആദ്യമല്ലേ അവിടെ ഒരു 8 പേരുണ്ട് അല്ലേ? 8 പേരിൽ അതിൽ 6 പേര് സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടിലവരാണ്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് പറഞ്ഞാൽ അന്നേരം അതിലത്തെ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു. ഈ ഐസിൽ ആ ഒരു സ്ഥലത്തെത്തിപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ കാഴ്ച തന്നെ മാറ്റുന്ന രീതിയിൽ ഭക്ഷണത്തിൻ്റെ ആണെങ്കിലും ഉറക്കത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ ചിന്തയുടെ ആണെങ്കിലും എന്തിന് കാഴ്ചകൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ മൊത്തത്തിൽ വേറൊരു ലോകമാണെന്ന് സത്യം. എൻ്റെ അന്റാർട്ടിക് ജീവിതം, അന്റാർട്ടിക് യാത്ര പല രീതിയിലാണ്. അതായത് ഇപ്പോൾ പഴയ ക്ലാസിക്കലായി നമ്മൾ ഇത് കപ്പലിൽ മാത്രം പോയിട്ട് 1 മാസത്തോളം ദൂരെ യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന ആ ഒരു ഇതിൽ ഞാൻ പോയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് യാത്ര തന്നെ 1 മാസം എടുക്കും, കുറച്ച് പേര് 1 മാസം, 2 മാസം യാത്രയിൽ തന്നെ പോകും. പിന്നെ അത് കഴിഞ്ഞ് മറ്റേ സൗത്ത് ആഫ്രിക്ക വരെ ഫ്ലൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ അന്റാർട്ടിക്ക വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് നമുക്ക് ഇതായി തോന്നുക. കാരണം എനിക്ക് എത്തിയപ്പോൾ തോന്നിയ വളരെ ഒരു ഭ്രമാത്മകമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെല്ലുന്നത് ഒരു വേനൽക്കാലങ്ങളാണ് അവിടെ. അതായത് ഒരു ഡിസംബറോ അല്ലെങ്കിൽ നവംബറൊക്കെ ആകുമ്പോൾ 24 ഹവേഴ്സിൽ സൺലൈറ്റാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം രാത്രിയില്ല പകലില്ല, എവിടെ നോക്കിയാലും വെളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് കറുത്ത കണ്ണിലെ പുറത്തു പോകാൻ പറ്റില്ല. അത്രമാത്രം തീവ്രമായ തീക്ഷ്ണമായ ഇതാണ് വെളിച്ചം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു തരം ആകെ ഒരു രാത്രിയും പകലും തെറ്റിപ്പോൾ നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് തെറ്റുന്നൊരു ഒരു തരം ഭ്രമാത്മകമായിരുന്നു എന്നെ സംബന്ധിച്ചിരിക്കും ഒരാഴ്ച. പിന്നീട് ആക്ച്വലി നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ മാറും. അപ്പോഴും നമ്മളൊരു ക്യാമ്പിൽ താമസിക്കും. പ്രത്യേകിച്ച് നമുക്ക് സ്റ്റേഷൻ ഉണ്ടെങ്കിലും സ്റ്റേഷനിലുള്ള ഫെസിലിറ്റി, പക്ഷേ അതേസമയം നമ്മൾ ക്യാമ്പിൽ പോകുമ്പോൾ നമുക്ക് ബേസിക് ഫെസിലിറ്റി ഉള്ളൂ. നമ്മൾ തന്നെ കുക്ക് ചെയ്യണം, നമ്മൾ തന്നെ മാനേജ് ചെയ്യണം, നമ്മൾ തന്നെ എല്ലാം വെള്ളം ഉണ്ടാക്കണം, നമ്മൾ തന്നെ ഇത് എന്താ പറയുക സാധാരണ രീതിയിൽ ബേസിക് മിനിമം ഫെസിലിറ്റി. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്, പിന്നെ എന്തൊക്കെ പ്രിക്കോഷൻസ്. നമ്മൾ ആദ്യം ചെയ്യുന്ന പല മിസ്റ്റേക്ക് ആയിരിക്കും. ആദ്യം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ നല്ല കുറേ ഉടുപ്പൊന്നും ഒരിക്കലും ആവശ്യം ഉണ്ടാവില്ല അവിടെ. കാരണം അങ്ങനത്തെ ഒരു ജീവിതമായിരിക്കില്ല. ഒരു നൊമാഡിക് ആയിട്ടുള്ളൊരു ലൈഫാണ് അത്തരം ഈ ക്യാമ്പുകളുണ്ടാവുക. ഒരു ടെൻറ്റുകളിലായിരുന്നു ഞാൻ ടെൻറ്റിൽ ജീവിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേഷനകത്തും ജീവിച്ചിട്ടുണ്ട്. പിന്നെ അല്ല, ആദ്യത്തെ ഇതിൽ ടെൻറ്റിൽ പോയപ്പോൾ ടെൻറ്റിൽ എന്ന് വെച്ചാൽ കിടപ്പൊക്കെ കിടപ്പ് ആക്ച്വലി ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഹട്ട് പോലെ ഉണ്ടാക്കുക. ഹട്ട് എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ വാനിൻ്റെ ഒരു പഴയൊരു ഏറ്റവും പ്രൊമിറ്റീവായിട്ടൊരു വേർഷൻ. അതിനകത്ത് ഒരു ബെഡുകളുണ്ടാവും, പക്ഷെ വേറെ ഇരിക്കാനും പിടിക്കാനും സ്ഥലമൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു സൈഡിൽ തന്നെ കിച്ചണൊക്കെ ആയിട്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ കാറ്റും
മഴയെന്ന് പറഞ്ഞാൽ ഒരു പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ വായന കാലത്ത് പിന്നെ ഈ ഇൻ്റർനെറ്റും പിന്നെ അന്റാർട്ടിക്കയിൽ ഇപ്പോഴും പുറത്ത് പോയി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റും അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വായനകളും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേയൊക്കെ സമയം ചിലപ്പോൾ വെറുതെ ഒന്നും ചെയ്യാനില്ലാതെ ചിലപ്പോൾ ദിവസങ്ങളോളം കഴിഞ്ഞ് കിട്ടേണ്ടി വരും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒക്കുപ്പൈഡ് ആകുമ്പോൾ നമ്മൾ വി ഡോണ്ട് നോ എനിത്തിങ് എൽസ്, വി ഡോണ്ട് വാണ്ട് ടു നോ എനിത്തിങ്. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഈ കാലാവസ്ഥ വല്ലാണ്ട് മാറും. ഈ ബ്ലിസാർഡ്സ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടാവും. ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജോലി എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്, എൻഷുർ ഓൾ യുവർ തിങ്സ് ആർ ആക്ച്വലി പ്രോപ്പർലി എന്താ പറയുക ടൈ ചെയ്യുക, പറന്നു പോയിരിക്കാനായിട്ടും പിന്നെ മാനേജ് ചെയ്ത് മിനിമം ഫുഡ്. കാരണം പുറത്തിറങ്ങാനോ വെള്ളം ഉണ്ടാക്കാനോ ഒക്കെ ഫെസിലിറ്റി ഉണ്ടാവില്ല. വെള്ളം അങ്ങനെ കുറേ എത്ര തണുപ്പുണ്ടായിരുന്നു ആ സമയത്ത്? 40 -50 ഒക്കെ. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ അന്റാർട്ടിക്കയുടെ പോവുകയാണെങ്കിൽ പല തരത്തിലെ ടെമ്പറേച്ചർ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇത് അന്റാർട്ടിക്ക പെനിൻസുല അപ്പോൾ നമ്മൾ മറ്റേ സ്റ്റേഷനിൽ പോകുന്നതിന് ആദ്യം കോസ്റ്റ്ലി ടച്ച് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ സമ്മർ ടൈമിൽ ടെമ്പറേച്ചർ തണുപ്പുണ്ടാവില്ല. അത്ര തണുപ്പ് വെച്ചാൽ -5 ചിലപ്പോൾ -10 അറ്റ് ദ ബേസ്റ്റ് -15 രാത്രിയൊക്കെ വരും. രാത്രി ടെമ്പറേച്ചർ കുറച്ച് കൂടാം. രാത്രിയാണ് ലൈറ്റ് ഉണ്ടെങ്കിലും പക്ഷേ ടെമ്പറേച്ചർ കുറയും. -20 ഒക്കെ ഞാൻ അന്നേരം അനുഭവിച്ചിട്ടുള്ളൂ ആ പർട്ടിക്കുലർ വർഷം. സമ്മർ ടൈം ചില ദിവസങ്ങൾ ഇപ്പോൾ ഈ വർഷം ഫോർ എക്സാമ്പിൾ കുറച്ച് 2-3 ദിവസങ്ങളൊക്കെ ആയിട്ട് ടെമ്പറേച്ചർ +5 ഡിഗ്രിക്ക് എത്തിയിട്ടുണ്ട്. അത് തണുപ്പിൽ എങ്ങനെയാണ്? തണുപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവേ തണുപ്പ് കാലത്ത് ഇതൊക്കെ -30 ഒക്കെ ആ സ്റ്റേഷനാവും. പക്ഷേ ഇത് ഞാനിപ്പോൾ സൗത്ത് പോളിൽ, അതായത് ദക്ഷിണ ധ്രുവത്തിലോട്ട് പോകുമ്പോൾ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ -50 -55 ഒക്കെ ടെമ്പറേച്ചർ ഉണ്ട്. അത് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. നമുക്കൊരു പെട്ടെന്നൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പോകുന്നത്. അപ്പോൾ ഒരു -20 -10 ഒക്കെ പറഞ്ഞാൽ നമുക്ക് മാനേജബിളാണ്. -30ക്ക് മുകളിൽ പ്രത്യേകിച്ച് ഇന്ത്യയൊക്കെ ആണെങ്കിൽ നമുക്കതൊരു മാനേജ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഡ്രസ്സുകളുടെ ഇടയിലൂടെയൊക്കെ കാറ്റിരിച്ച് കയറണം. പലതരത്തിൽ പല ലെയറായിട്ടാണ് സാധാരണ പറഞ്ഞാൽ അന്റാർട്ടിക്കയിലെ ഒരു ഡ്രസ്സ്. മൾട്ടിപ്പിൾ അറ്റ്ലീസ്റ്റ് മിനിമം 3 layers 4 layers എന്നൊക്കെയാണ്. അപ്പോൾ ഈ -50 ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടല്ലായിരുന്നു പറഞ്ഞാൽ അതൊരു കള്ളമായിരിക്കും. മെൽറ്റിംഗ്, ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതായത് ഒരു 10-20 കൊല്ലം മുന്നേ ഞാനൊക്കെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന കാലത്ത് ഒരു നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ അതിനെ നമ്മളെ അഫക്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഒരു അക്കാദമികമായിട്ടുള്ളൊരു വിഷയമായിരുന്നു. നമ്മളതിനെക്കുറിച്ച് അത്ര ഒന്നും ഒരു സീരിയസ് ആയിട്ട് ശരിയാണ് അങ്ങനെ സംഭവിക്കാമെങ്കിലും എന്താ പറയുക, അൺലെസ് ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഇൻ യുവർ ഹോം യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അതാണ് ടിപ്പിക്കലി നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രോബ്ലം. അത് നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് കേരളം പോലൊരു സംസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അത് ഓരോ വർഷം നമ്മുടെ കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പലതരത്തിലെ പ്രളയം അനുഭവിച്ചു. അത് ഇടയ്ക്കിടയ്ക്ക് ഇനിയും വരുന്നുള്ള പേടിയിലുണ്ട് എന്നൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു ഇത് വന്നിരിക്കുന്നത്. ഈ കാണുന്ന വ്യതിയാനങ്ങളൊക്കെ ഇവിടം കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് ലോകത്തിൻ്റെ വേറെ പല ഇതുമായിട്ട് കണക്റ്റഡാണ്. പ്രത്യേകിച്ച് ഈ നമ്മൾ പറഞ്ഞ ഈ ധ്രുവങ്ങളിലെ ഐസ് മഞ്ഞ് ഉരുകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന മറ്റേ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും ആ വ്യതിയാനങ്ങൾ നമ്മളെ ഇതിലോട്ട് നിങ്ങൾ പറഞ്ഞൊരു ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞ ടൈമിനാണ് ടെലികണക്ഷൻ എന്ന് പറയുക. ടെലികണക്ഷൻ വഴി നമ്മുടെ ഇവിടുത്തെ ഇത് മൺസൂൺ കാലാവസ്ഥയെ ബാധിക്കുന്നതും പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞ എക്സ്ട്രീം റെയിൻഫോൾ, അതായത് ഏറ്റവും തീവ്ര മഴകളും ഒക്കെ ഉണ്ടാകുന്നതൊക്കെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ധ്രുവങ്ങളെ പഠിക്കാനുള്ള ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ടൈം ഈസ് ദിസ് ഒന്നാണ്. അതായത് നമ്മൾ എന്നെ പഠിക്കേണ്ടായിരുന്നു, പക്ഷെ അന്നേരം അത്രയും അതിനുള്ള നമുക്ക് മാനസികമായിട്ട് തയ്യാറെടുക്കണം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ഡെയിലി ലൈഫിലെ ഒരു ഭാഗമാണ്, ജീവിത ഭാഗമാണ്. കുറേ കൂടി വളരെ അഡ്വാൻസായി പഠിക്കേണ്ടിയിരിക്കുന്നു, കുറേ കൂടി അഡ്വാൻസായി മോഡലിംഗ് ചെയ്യേണ്ടിന്ന്. അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ അതിനെ ഒരു ശരിക്കും ഉപയോഗം ഉണ്ടാവണമെങ്കിൽ നമ്മളിവിടുത്തെ കാലാവസ്ഥ എത്രമാത്രം പെർസെൻറ്റേജ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും, നമ്മളെ ഫോർകാസ്റ്റ് ക്ലൈമറ്റ് ഓരോ വെതർ ഫോർകാസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ അത് പഠിക്കുകയാണെങ്കിൽ അത് നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതുകൊണ്ടുള്ള എക്കണോമിക് ബെനിഫിറ്റ്സിന് ഹ്യൂജാണ്. ഈ പറഞ്ഞ നമ്മളെ സൊസൈറ്റൽ അല്ലെങ്കിൽ മറ്റേ എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ് മാത്രമല്ല, നമ്മുടെ എക്കണോമിക് ബെനിഫിറ്റ്സും ഭയങ്കര ഹ്യൂജ്. കാരണം നമ്മളിപ്പോഴത്തെ ഓരോരോ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ എക്കണോമിക് കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. ഇത് റൺ ഇൻ ടു thousands and millions of dollars ആണ് ഇപ്പോഴത്തെ. പഴയ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ്സ് ഗോയിങ് ടു മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. അപ്പോൾ അതായിരിക്കണം ഞാൻ പറഞ്ഞ
ധ്രുവ പഠനങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ അവിടെ കിലോമീറ്ററുകളോളം താഴേക്ക് മഞ്ഞുള്ള ഒരു പ്രദേശമല്ലേ, എത്രയോ കിലോമീറ്ററുകളോളം. അപ്പോൾ അത് ഉരുകുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അതെ, ഇപ്പോൾ അന്റാർട്ടിക്ക പോലെ, ഇപ്പോൾ അന്റാർട്ടിക്ക ആണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 4.25 കിലോമീറ്ററോളം ഐസുള്ള ചില പ്രദേശങ്ങളുണ്ട്. അതേപോലെ വളരെ കുറഞ്ഞുള്ള സ്ഥലമുണ്ട്. വിസ്തീർണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇത് മഞ്ഞിൻ്റെ തിക്നെസ്, അത് ഓവറോൾ അന്റാർട്ടിക്കയുടെ ഐസിൻ്റെ തിക്നെസ് തന്നെ ഒരു 2.5 കിലോമീറ്ററാണ്. അപ്പോൾ പിന്നെ ശരാശരി എല്ലാ അന്റാർട്ടിക്കയും മൊത്തമായിട്ട് മെൽറ്റ് ആവുകയാണെങ്കിൽ 60 മീറ്റർ വരെ സീ ലെവൽ കൂട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്രമാത്രം അതിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വെച്ചാൽ ഈ മഞ്ഞ് മൊത്തം എപ്പോൾ ഉരുകുന്നതാണ്. എല്ലാം ഇത്ര അടുത്ത കാലത്തൊന്നും പെട്ടെന്നായി ഉരുകും നമ്മളാരും വിചാരിക്കുക. പക്ഷേ അതിലൊരു നല്ലൊരു ഭാഗം, ഒരു ചെറിയൊരു ഭാഗം ഈ തെക്കേ അന്റാർട്ടിക്ക 2 ഇതാണ്. ഈസ്റ്റ് അന്റാർട്ടിക്ക, വെസ്റ്റ് അന്റാർട്ടിക്ക. വെസ്റ്റ് അന്റാർട്ടിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓൾറെഡി ചൂട് കൂടുതലാണ്. പിന്നെ അത് കൂടുതലും കടൽ നിരപ്പിലുള്ള മഞ്ഞ് പാളികളാണ്. അപ്പോൾ അത് മെൽറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ ഓൾറെഡി കുറേയൊക്കെ മെൽറ്റായി തുടങ്ങി. ഈ ശതകത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് 1/2 മീറ്റർ കടൽ നിരപ്പെങ്കിലും കൂടുമെന്ന് പറയും. അതാണ് ഇപ്പോഴത്തെ അതിനകത്തുള്ള കാൽക്കുലേഷൻ. പക്ഷേ ഇതിനേക്കാളും കൂടാം. നമുക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അന്റാർട്ടിക്കയുടെ കടലിലെ നിരപ്പിലുള്ള കോൺട്രിബ്യൂഷൻ ഏറ്റവും ലീസ്റ്റായിട്ട് അറിയുന്ന അന്റാർട്ടിക്ക കാര്യത്തിലാണ്. 50% എററാണ് അവിടുത്തെ ഇപ്പോഴുള്ള കാൽക്കുലേഷൻ. അതായത് 50% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1/2 മീറ്റർ ആവുന്ന അത് 1 മീറ്റർ ആവാം, ചിലപ്പോൾ ആവാതിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഡാറ്റ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്കയുടെ ഐസ് മഞ്ഞുരുകിയാൽ കടൽനിരപ്പിന് ഭയങ്കര വ്യത്യാസം വരുന്നത് മാത്രമല്ല, അവിടെയുള്ള ജീവജാലങ്ങളുടെ ഒരുപാട് ബാധിക്കും. പിന്നെ ഈ അന്റാർട്ടിക്കയിലേക്ക് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില കടലുണ്ടാകുന്ന കറൻസും പിന്നെ വെറും വാട്ടർ മാസ് എന്ന് പറയും. ഈ വെള്ളം ഇങ്ങനെ ഒരു പുഴ പോലെ അകത്തൂടി കടലിനുള്ളിലൂടെ ഉള്ളിലൂടെയും പുറത്തൂടെ ഒഴുകുന്നതിന് നമ്മൾ വാട്ടർ മാസ് എന്ന് പറയും. അതിപ്പോൾ അതിന് പർട്ടിക്കുലറായിട്ട് ഒരു പ്രോപ്പർട്ടിയും ഒക്കെ ഉണ്ടാവും. അത് ഇപ്പോൾ ഉള്ളത് നിന്ന് പോവാം. അത് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് കാണുന്ന പല കാലാവസ്ഥയായിട്ട് മാറിപ്പോകും. അപ്പോൾ ഇത് ഒരു മഞ്ഞുരുകുന്നു, കടൽനിരപ്പ് കൂടുന്ന മാത്രമല്ല, അതുമായിട്ട് കണക്ഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ വന്യജീവി മനുഷ്യനുമായിട്ടുള്ള സംഘർഷം അതുപോലും ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് ആണ് ജീവികൾ പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ട്. അതെ, അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആർട്ടിക്കിലേക്ക് ഓൾറെഡി ഇപ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ ഇത് പോളാർ ബെയറും ഇത് മനുഷ്യനായിട്ടുള്ള കോൺടാക്റ്റ് വളരെ കൂടിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് സാധാരണ സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി പോളാർ ബെയറിന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഇവരുടെ ഭക്ഷണ സ്ഥലങ്ങൾ കുറയുന്നു. അവരുടെ ഹണ്ടിങ് ഗ്രൗണ്ട്സ്, അതായത് ഈ പോളാർ ബെയർ ഭയങ്കര 100-500 കിലോ വെയിറ്റുള്ള ഒരു ഇതാണ്, മൃഗമാണ്. അതിന് എന്താ പറയുക, വളരെ തിന്നായിട്ടുള്ള ഐസിലൊന്നും അതിന് പോകാൻ ഇതില്ല, പോയി കഴിഞ്ഞ് പോകാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഹണ്ടിങ് ഓപ്പർച്യൂണിറ്റി കുറയാം. ഹണ്ടിങ് ഓപ്പർച്യൂണിറ്റി കുറയുമ്പോൾ അതെന്ത് ചെയ്യുന്ന അത് കുറേ കൂടി എന്താ പറയുക ലാൻഡിലോട്ട് വരാൻ തുടങ്ങും. അങ്ങനെയാണ് ഇപ്പോൾ എന്താ പറയുക ഒരു ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. അതിപ്പോൾ ശരിക്കും അത് അവിടെ ഉണ്ട്, കേരളത്തിൽ പോലും ഉണ്ട്. സത്യം, നമ്മളെ കേരളത്തിൽ എന്നും കേൾക്കുന്നൊരു സത്യമാണത്. കാരണം വലിയ പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം അവരുടെ സ്പേസ് കുറയുന്നു, ഇവർക്ക് ഫുഡ് ഓപ്പർച്യൂണിറ്റി കുറയുന്നു. അപ്പോൾ ഇവർ പുറത്തേക്ക് വരുന്നു. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ത്രെട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ റൈഫിൾ ഷൂട്ടിംഗ് പഠിച്ചിരിക്കുന്നതാണ്. അപ്പം അത് മുൻകാലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ പോകുന്ന ഓരോരാളും അതിന് ട്രെയിൻ ചെയ്യും. എനിക്ക് ലൈസൻസ് ഉള്ള ഒരു ട്രെയിനാണ്. പക്ഷെ അത് ആ ലൈസൻസ് വളരെ ടെമ്പററിയാണ്, ആ സമയത്തേക്ക് മാത്രം എടുത്തിരുന്നത്. പക്ഷെ അതേ സമയത്ത് ഇപ്പം അതും പോരാ. കൂടാതെ ഇവിടെ നിന്ന് തന്നെ ഇത് ഗൺ ലൈസൻസ് ഉണ്ടാക്കി പോകണമെന്നാണ് ഇപ്പോഴത്തെ പുതിയ റൂൾ. കാരണം വെച്ചാൽ നമ്മൾ ടെമ്പററി ആയിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് എക്സ്പെർട്ടീസ് ഉണ്ടാവണമെന്നില്ല. കാരണം ഇപ്പോൾ ഇത് ഇഷ്യൂസ് വളരെ കൂടുന്നതുകൊണ്ട് തോക്കുധാരികളെ ഒന്നിച്ച് കൊണ്ട് റിസർച്ച് ഗവേഷണം കൊണ്ട ഒരു അവസ്ഥയാണ്. അവർക്ക് യു ഹാവ് ടു പേ ഫോർ ദം. അത് വേറെ കാര്യം. മറ്റേ പര്യവേഷണത്തിനൊക്കെ പോകുമ്പോൾ എന്ത് വാഹനത്തിലാണ് പോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സംവിധാനം? അത് നമ്മൾ എവിടെ ഇപ്പോൾ ആർട്ടിക്കിലാണെങ്കിൽ കുറേ കൂടി ഇത് നമുക്ക് അവർ സാധാരണ പോകുന്ന വെഹിക്കിൾസൊക്കെ എന്താ പറയുക 4-wheel ഡ്രൈവ് വെഹിക്കിൾസൊക്കെ പലയിടത്തും പോകാൻ പറ്റും. പക്ഷേ എങ്കിലും ഒരുപാട് നടക്കേണ്ടി വരും. ഇത് പ്രത്യേകിച്ച് ഹിമാനികളോ മഞ്ഞുമലകളിലൊക്കെ ആണെങ്കിൽ നടന്നു പോകേണ്ടി വരും. പിന്നെ ചില റിസർച്ച് നടന്നു അല്ലെങ്കിൽ ബോട്ടിൽ പോകേണ്ടി വരും. കാരണം ചിലപ്പോൾ ചിലരുടെ വർക്ക് അകത്തോട്ടായിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ആർട്ടിക്കിൽ ഈ കാര്യങ്ങൾക്ക് നമ്മൾ വേറൊരു ഏജൻസി, നോർവീജിയൻ ഗവൺമെൻറ് ഏജൻസിയെ വഴിയായി ചെയ്യാൻ. പക്ഷേ അന്റാർട്ടിക്കയിൽ നമ്മൾ കംപ്ലീറ്റ് ഓൾ ബൈ അവർ സെൽഫാണ്. അതായത് നമ്മൾ അവിടെ ഓടിക്കേണ്ട ഒരു പിന്ന് തൊട്ട് ഒരു കപ്പലോട്ട് ഹെലികോപ്റ്റർ നമ്മൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ കാര്യം നടക്കും. അത് അവിടെ പോകുമ്പോൾ ഇലക്ട്രീഷ്യൻ, ഡോക്ടർ, അങ്ങനെയുള്ള എല്ലാം ഒരു വെൽഡർ എല്ലാം കൂടുന്നതാണ് ഒരു ടീം. അതെ, ഒരു ടീം എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് അതിൽ പകുതി മാത്രമായിരിക്കും. വേറെ മറിച്ച് അതിൻ്റെ ശൈത്യകാലത്താണെങ്കിൽ അത് അതിൻ്റെ 90% to 80%, 90% അവരായിരിക്കും ഈ ടെക്നിക്കൽ ആൾക്കാരാണ്. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ മെക്കാനിക്സ് വേണം,
വെഹിക്കിൾ റിപ്പയറിങ് ഒരുപാടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വെഹിക്കിൾ ഫെയിലർ ഉണ്ടാവും. പിന്നെ ജനറേറ്റർ മെക്കാനിക് ഉണ്ടാവാം, പിന്നെ കാർപ്പൻ്റർ ഉണ്ടാവും, വെൽഡർ ഉണ്ടാവാം, പിന്നെ അതായത് എല്ലാ തരത്തിലെ ആൾക്കാരും വേണ്ട ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ അന്റാർട്ടിക് എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിനി ഇന്ത്യ പോലെയാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും ആളുണ്ടാവും, എല്ലാ തരത്തിലെ നിലവാരത്തിലുള്ള ആൾക്കാരുണ്ടാവും, പല രീതിയിലുള്ള ട്രെയിനിങ് വെച്ച് വളരെ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ടാവും, വളരെ തീരെ എഡ്യൂക്കേഷൻ ഇല്ല പക്ഷേ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. അന്റാർട്ടിക്കിലാകുമ്പോൾ ഈ ബെൽറ്റ് ഇട്ട മറ്റേ വളരെ ഒരു നമ്മൾ പിസ്റ്റൺ പുള്ളി എന്ന് പറയും, അത് ഒരുപാട് വെയിറ്റൊക്കെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന കഴിവുള്ളൊരു വാഹനം. അതാണ് പ്രധാനമായിട്ട് അന്റാർട്ടിക്ക അകത്ത് കയറി ഞങ്ങൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ശാസ്ത്ര പഠനങ്ങൾക്കായിട്ട് സർവേക്കൊക്കെ ആയിട്ട് നമ്മൾ മറ്റേ സ്നോ സ്കൂട്ടർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മുടെ സ്കൂട്ടർ പോലെ തന്നെ ഇതിന് ചക്രത്തിന് പകരം മറ്റേ ഇതായിരിക്കും, ഇതായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ വെഹിക്കിളാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇന്ത്യ ഒരു ഷിപ്പിൻ നിർമ്മിക്കാനായിട്ട് എന്തൊരു എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്? അതായത് ഇന്ത്യ കുറേ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിലെ ഇത്തരം എല്ലാ ആവശ്യങ്ങൾക്കും ഒരു ഷിപ്പ് ഹയർ ചെയ്യാം. ചാർട്ടറിങ് ആണ് പറയുന്നത്. ചാർട്ടറിങ്ങിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും, എത്രമാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് നമ്മുടെ കയ്യിലല്ല പല കാര്യങ്ങളും. രണ്ട്, കിട്ടാൻ ഇത് ഐസ് ബ്രേക്കർ ഷിപ്പുകൾ കിട്ടാന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര ഇത് എന്താ പറയുക, ഗ്ലോബൽ എന്താ പറയുക, അന്തർദേശീയമായിട്ട് തന്നെ വളരെ കുറച്ച് എങ്ങനെ അവൈലബിൾ ഉള്ളൂ, അതായത് പേയ്മെൻ്റായിട്ട്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ അടുത്ത വർഷത്തെ നമ്മൾ അന്റാർട്ടിക് എക്സ്പെഡിഷൻ നടത്താൻ നമുക്ക് കപ്പൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ വളരെ ഒരു സ്വന്തമായൊരു കപ്പൽ ഏത് രാജ്യത്തിൻ്റെയും അന്റാർട്ടിക്കലോ ആർട്ടിക്കലോ ഇത് റിസർച്ച് പര്യവേഷണം ചെയ്യുന്ന എല്ലാവരുടെയും ഒരു മസ്റ്റായിട്ട് റിക്വയർമെൻറ്റാണ്. കഴിഞ്ഞൊരു കുറേ വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ വരുന്ന ഈ വർഷങ്ങളിൽ, വരുന്നൊരു 5 വർഷങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ കൊച്ചിയിലാണ് ഇരിക്കുന്നത്. ഈ സീ ലെവൽ റൈസിങ്ങിൻ്റെ അകത്ത് ഈ തീരദേശ നഗരങ്ങൾ, കടലോര നഗരങ്ങളെല്ലാം ഇപ്പോൾ കൽക്കട്ട പെടുമെന്ന് പറയുന്നു, ബാങ്കോക്ക് പെടുമെന്ന് പറയുന്നു, കൊച്ചി, ചെന്നൈ, ഭുവനേശ്വർ, അങ്ങനെ പല ധ്രുവങ്ങളിലെ മഞ്ഞുരുകി കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കൃഷ്ണമേഖലാ സ്ഥലങ്ങളിലെ ഇപ്പോൾ ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക നമ്മൾ ദ്വീപ് സമൂഹങ്ങളിലൊക്കെയാണ് ബാധിക്കുക. അതിന് പ്രധാന കാരണം വെച്ചാൽ അത് പ്രധാനമായിട്ടും ഇവിടെ ഓൾറെഡി നമ്മൾ ഇത് പറയും ഈ തെർമൽ എക്സ്പാൻഷൻ തന്നെ, കടൽ ഓൾറെഡി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ ഒരു വികാസമുണ്ട്, അതിന് മുകളിലാണ് ഇതിൻ്റെ അഡീഷണൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മുടെ തന്നെ ഒരു ഓർഗനൈസേഷനായ ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് നമ്മുടെ ഒരു ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ കടൽ തീരങ്ങളും മൊത്തം ഗേജ് വെച്ചിട്ട് അതേപോലെ കടൽനിരപ്പ് എത്രമാത്രം കൂടുന്നു, അതുമാത്രമല്ല ഈ സ്റ്റോം സർജറി, അതായത് നമ്മൾ ഇത് കള്ളക്കടലുകളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇതൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് അതിന് ഇൻസ്ട്രുമെൻറ്റേഷൻ, അതിൻ്റെ പഠനം അവരാണ് നടത്തുക. ഞങ്ങൾ കൂടുതലും ചെയ്യുന്ന അതിലേക്കുള്ള ഒരു എന്താ പറയുക ഇൻഫർമേഷനാണ്. അതായത് അവിടുത്തെ എഫക്റ്റ് കൊണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്ന പല കള്ളക്കടലുകളും അതിൻ്റെ ഉത്ഭവം തെക്കൻ സമുദ്രത്തിലാണ്. അതായത് ഞങ്ങൾ സദൺ ഓഷൻ, അന്റാർട്ടിക്കയായിട്ട് സറൗണ്ടിങ് ആയിട്ടുള്ള ഒരു ഓഷനിലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഉത്ഭവം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം നമ്മൾ ദ്രോഹങ്ങളായിട്ട് കണക്റ്റുമാണ്. ഈ കള്ളക്കടലിൻ്റെ ഒരു നമ്മൾ അടുത്ത കാലത്ത് കണ്ടെത്തിയൊരു ഇതാണത്. അതിൻ്റെ ഉത്ഭവം അവിടെ വെച്ചിട്ടാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കുന്ന ഈ കടലോര മേഖല, അതിപ്പം ആ ഒരു വിഷയത്തിൻ്റെ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? ഇന്ത്യക്ക് നല്ല നമ്മൾ ഇന്ത്യയിലെ ഒരുപാട് എന്താ പറയുക കോസ്റ്റൽ സിറ്റികളൊക്കെ, കൊച്ചി പോലുള്ള, ബോംബെ പോലുള്ള, ഇതുപോലെ കൊൽക്കത്ത, ഇതൊക്കെയെല്ലാം നമ്മളെ ബാധിക്കുന്നതാണ്. അതിന് പ്രത്യേകിച്ച് എന്താ പറയുക ചില കടലിന് തൊട്ട് ജീവിക്കുന്ന ഒരുപാട് സമൂഹങ്ങളുണ്ട്. അവരുടെ നിലയിൽ നമ്മൾ ഇവിടുത്തെ ചെല്ലാനം പോലെ ചില സ്ഥലങ്ങളിൽ ഓൾറെഡി നമുക്കറിയാം. അത് വൈപ്പിൻ കടൽക്ഷോഭം എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാം. അത് ഇപ്പം നമ്മൾ ഇത്രയും കാണുന്നു, അത് ഇനി ഒരുപാട് സ്ഥലങ്ങളിലോട്ട് വികസിക്കും. അത് കുറേ കൂടി ഉള്ളിലോട്ട് വരാൻ തുടങ്ങും. അപ്പോഴാണ് അതിൻ്റെമായ തീവ്രത നമ്മൾ ശരിക്കും നോക്കുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചോളം എനിക്കൊന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും അതിലത്തെ കടലുണ്ടാകുന്ന വ്യതിയാനങ്ങളുടെയും ഇതെല്ലാത്തിൻ്റെയും ഒരു ടെസ്റ്റ് ബെഡ് ആയിട്ട് എനിക്ക് തോന്നുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം സംഭവിക്കും, എല്ലാത്തിൻ്റെയും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു സമൂഹം നമ്മളാണ്. ഏറ്റവും ആദ്യം ഇന്ത്യ രാജ്യത്ത് നോക്കി ഏറ്റവും അഡാപ്റ്റ് ചെയ്യേണ്ട ഏറ്റവും ആയിട്ടുള്ള സമൂഹമാണ് നമ്മൾ. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയാണോ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യം? അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 70% നമ്മുടെ എക്കണോമി അഗ്രികൾച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇതിന് ഏതൊരു ചെറിയൊരു മാറ്റം വരുന്നവരെ നമ്മൾ വല്ലാണ്ട് നമ്മുടെ GDP എല്ലാത്തിനും ബാധിക്കും. അത് അങ്ങനെ വെച്ച് നോക്കിയാണ്. മാത്രമല്ല പിന്നെ ഏറ്റവും വളരെ പോപ്പുലേറ്റഡ് ആണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഏറ്റവും ഹൈലി കൺസ്യൂമിങ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അതായത് ഒരുപാട് ഭക്ഷണം, എത്രയും ആൾക്കാർ 140 കോടി ആൾക്കാരെ നമുക്ക് ഭക്ഷണം കൊടുക്കാനുണ്ട്.
അതുകൊണ്ട് തന്നെ ആ വരുന്ന മാറ്റം പലയിടത്തും ഈക്വലോ ചിലയിടത്ത് കൂടുതലാണെങ്കിൽ പക്ഷെ നമ്മൾ അതിന് പ്രത്യാഘാതം നമുക്ക് കൂടുതലാണ്. കാരണം ഈ നമ്മുടെ ഒരുപാട് വൾണറബിൾ ആയിട്ടുള്ള കോസ്റ്റൽ ഏരിയാസ്, അതിനേക്കാളും വൾണറബിൾ ആയിട്ടുള്ള ഇത് എന്താ മലമുകൾ ഈ ഹിമാലയത്തിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ വൾണറബിൾ. കാരണം അവിടെ ഇപ്പോൾ ഈ മഞ്ഞുരുകുന്നതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഈ എന്താ പറയുക തണുത്തുറഞ്ഞെടുക്കുന്ന ഭൂമിയുണ്ട്. അതും അതും ഹിമാനിയല്ല, ഹിമാനി ഇതാണ് ഗ്ലേഷ്യറാണ്. ഇത് ഞങ്ങൾ പെർമാഫ്രോസ് എന്ന് പറയും, ഇതായിട്ട് ഫ്രോസ് ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. അതും ഇപ്പോൾ അൺസ്റ്റേബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് ലാൻഡ് സ്ലൈഡ് കൂടുന്നുണ്ട് ഹിമാലയത്തിൽ. പിന്നെ ചില ഇത് തടാകങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ആ തടാകങ്ങൾ പൊട്ടി ഒരുപാട് താഴേക്കുള്ള ജീവനുകൾ പോകുന്നു. ഒരുപാട് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റൊക്കെ കേടായിട്ടുണ്ട്. ഹിമാലയത്തിൽ കുറേ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം. ഞാൻ കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് ഞാൻ ഹിമാലയത്തിലും വർക്ക് ചെയ്തത്. ഞാൻ ഇത് ലഡാക്കിലായാലും ഇത് ഹിമാചൽ പ്രദേശിലൊക്കെ ദേശീയറിൽ പോയിട്ട് ക്യാമ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹിമാലയത്തിലെ പഠനം കുറേ കൂടി ദുഷ്കരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹിമാലയത്തിൽ ഓക്സിജൻ വളരെ കുറവാണ്. ഒരു ആൾട്ടിറ്റ്യൂഡ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളവിടുത്തെ പ്രധാനമായിട്ടുള്ള പഠനം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഈ ഹിമാനികൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവരെത്രമാത്രം മെൽറ്റ് ചെയ്യുന്നുണ്ടോ, ആ മെൽറ്റിംഗ് കൊണ്ട് എന്താണ് താഴെ സംഭവിക്കുന്നത്. അതായത് ഈ തടാകങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതേസമയത്ത് താഴേക്കുള്ള വെള്ളം എത്രമാത്രം കുറയുന്നുണ്ട്. കാരണം തടാകങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളം കുറേ കെട്ടിക്കിടക്കും. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു ഡാം കെട്ടുമ്പോൾ ഡാമിന് വളരെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഇത് ചെയ്യും, ഒലിച്ചു പോയിരിക്കാൻ വേണ്ടി. ഇത് ഇങ്ങനെയൊന്നുമില്ല. അവിടെ തന്നെ വന്ന് വീഴുന്ന കല്ലും മണ്ണും കൊണ്ടുണ്ടാകുന്ന തടാകങ്ങളാണ്. അപ്പോൾ ഒരു പരിധിക്കപ്പുറം അതിന് കപ്പാസിറ്റി ഇല്ല താങ്ങാനായിട്ട്. അങ്ങനെയാണ് പല തടാകങ്ങളും പൊട്ടിപ്പോകുന്നത്. അങ്ങനെ പൊട്ടുന്ന ഇതുകൊണ്ടാണ് പല ആക്സിഡൻറ്റും. ഇപ്പോൾ ഈ സിക്കിമിൽ അടുത്ത കാലത്തുണ്ടായിരുന്നു സൗത്ത് ലോണാക്ക് എന്ന് പറഞ്ഞ ഒരു തടാകം പൊട്ടി. അതിലൊക്കെ ഒരുപാട്, അതേപോലെ മറ്റേ ചമോലിയിൽ നമ്മൾ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അവിടെയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് ഏറ്റവും കാണുന്നത് ഇപ്പോൾ ഹിമാലയത്തിലാണ്. കാരണം അത് ഇമ്മീഡിയറ്റ് ആണ്. കാരണം നമ്മളൊക്കെ ആൾക്കാരൊക്കെ തൊട്ട് താഴെ താമസിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം കൂടുതലായ ഒരു രാജ്യമാണ് നമ്മുടെ. ഈ മൂന്നാം ധ്രുവം എന്നുള്ള രീതിയിൽ ഹിമാലയത്തിനെ കുറിച്ച് പറയാം, അതെന്താ? അതൊരു കൺസെപ്റ്റാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇത് അങ്ങനെ പറയാറില്ല. പക്ഷേ ബേസിക്കലി മൂന്നാം ധ്രുവം എന്ന് പറയാൻ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഈ ആർട്ടിക് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ മഞ്ഞും അതേപോലെ മഞ്ഞുറഞ്ഞ് കിടക്കുന്ന ഭൂമിയും കിടക്കുന്ന സ്ഥലമാണ് ഈ ഹിമാലയം അല്ലെങ്കിൽ ടിബറ്റൻ ഏരിയാസ്. അപ്പോൾ അതുകൊണ്ട് വന്നൊരു കൺസെപ്റ്റാണ് തേർഡ് പോൾ, അതായത് മൂന്നാം ധ്രുവം എന്നാണ്. മാത്രമല്ല അതിൻ്റെ ഇതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും 10 നദികൾ, ഏറ്റവും വലിയ 10 നദികൾ, ഗംഗ, യമുനയൊക്കെ തൊട്ട് സിന്ധു നദി, ഈ പറഞ്ഞ എല്ലാ ബ്രഹ്മപുത്രയൊക്കെ വരുന്ന യാങ്സെ എന്നൊക്കെ പറഞ്ഞ ചൈനയിലൊക്കെ ഉള്ള 10 ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദികളുടെ ഉത്ഭവം അതിനകത്താണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അതിനൊരു മൂന്നാം ധ്രുവം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ പര്യവേക്ഷണത്തിൽ എങ്ങനെയാണ് ഈ ടെക്നോളജി ഈ കാലത്തിനിടയ്ക്ക് ഒരുപാട് ടെക്നോളജിയിൽ വികാസം ഉണ്ടായിട്ടുണ്ടല്ലോ, അത് എങ്ങനെയാണ് സഹായിച്ചത്? ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയി. സത്യം പറഞ്ഞപ്പോൾ അന്റാർട്ടിക് എക്സ്പെഡിഷൻ നോക്കുകയാണ് തന്നെ. ഇപ്പോൾ എന്നെക്കാളും ഒരുപാട് എന്താ പറയുക പ്രായമായുള്ള ആൾക്കാരും അന്റാർട്ടിക്കിൽ ആദ്യകാലത്ത് പോയവരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർക്ക് നമ്മുടെ കുടുംബങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പണ്ട് ടെലിഫോൺ തന്നെ എല്ലായിടത്തും ഇല്ലാത്ത കാലമായിരുന്നു. പിന്നെ വന്നപ്പോഴും അവിടുന്ന് ഇപ്പോൾ ഞാനിപ്പോൾ 2006 പോയപ്പോൾ വരെ മാസം 6 മിനിറ്റാണ് ഒരു ഫോൺ വിളിക്കാൻ സൗകര്യം ഉണ്ടാവും വീട്ടിലേക്ക്. ആ നിലയിൽ നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേഷനകത്ത് വാട്സാപ്പും മറ്റേ ഇൻ്റർനെറ്റും ഉപയോഗിക്കാനുള്ള ഒരു ഫെസിലിറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇമ്പ്രൂവ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പണ്ട് ചെയ്യാൻ പറ്റാത്തത് ആൾക്കാർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്നത്, പണ്ടൊക്കെ നമ്മൾ ഗോവയിൽ നിന്ന് അന്റാർട്ടിക്ക വരെ കടലിൽ ഒരു പ്രാവശ്യം പോവാണ്. ഓരോ യാത്ര ചെയ്യുന്ന ഒരു മാസങ്ങളോളം എടുക്കും. ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഫ്ലൈറ്റിൽ ഇവിടുന്ന് യൂറോപ്പിൽ പോയി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അന്റാർട്ടിക്കയിൽ പോവാം. അതുകൊണ്ട് ബെനിഫിറ്റും ചിലപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ വളരെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ചില അക്കാഡമിഷൻ അവർക്ക് പ്രോജക്റ്റ് പോകാൻ അത്രയേ ഉള്ളൂ. ഒരു 15 മാസം മാക്സിമം ഒരു മാസം കൊണ്ട് നിൽക്കാൻ്റെ അത്രേ വർക്കും ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റിംഗ് ഒക്കെ ആയിരിക്കാം, ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റും ഒക്കെ. അപ്പോൾ അങ്ങനത്തെവർക്ക് പോവാം, അങ്ങനത്തെവർക്ക് റിസർച്ച് ചെയ്യാം. അപ്പോൾ പണ്ട് ചെയ്യാൻ പറ്റാത്ത പല ഗവേഷണങ്ങളും ഇപ്പോൾ ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് കാണുന്നത് ഇപ്പോൾ എല്ലാം ഒരുപാട് ഓട്ടോമേഷനാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത്. ആ ഓട്ടോമേഷൻ്റെ ഒരു സൗകര്യം ചിലപ്പോൾ നമ്മളെപ്പോഴും ഒരാളവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും പോകാനും അപ്പോൾ അതിൻ്റെ ഒരു ഫെസിലിറ്റി ഉണ്ടാകും. അപ്പോൾ പ്രധാനമായിട്ട് സാറ്റലൈറ്റ് ലിങ്ക് ഉണ്ട്. ഇപ്പോൾ സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഉണ്ട്.
അപ്പോൾ പണ്ട് നടക്കുന്നതിനേക്കാൾ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഗവേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് സത്യമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം അന്റാർട്ടിക്കയിൽ പണ്ടൊക്കെ ഞങ്ങൾ ഏറ്റവും ഞങ്ങൾക്കിപ്പോഴും പോകുന്ന ഫ്ലൈറ്റൊക്കെ പറഞ്ഞാൽ പഴയ ഒരു മറ്റേ IL-76 റഷ്യൻ ഒരു ഫ്ലൈറ്റ്, അതായത് മറ്റേ കാർഗോ കൊണ്ടുപോകുന്ന സാധനത്ത് തന്നെ നമ്മൾ ആൾക്കാരെ ചെറിയ സീറ്റുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട്. വേറെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രോപ്പർ മറ്റേ ക്രൂ ഒക്കെ ഉള്ള ഒരു ഫ്ലൈറ്റ് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇത് ബോയിങ് തന്നെ കഴിഞ്ഞ് 2023 787 ഡ്രീം ലൈനർ ഇറക്കിയിട്ടുണ്ട്, ഫുൾ ക്രൂവും എല്ലാ സെറ്റപ്പൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പോസിബിലിറ്റീസ് ആണ് എനിക്ക്. അതായത് യു ക്യാൻ ഡു റിസർച്ച് വിത്ത് കംഫർട്ട് എന്നുള്ള. ഇന്ത്യക്ക് 2 സ്റ്റേഷൻ അന്റാർട്ടിക്കയിൽ, മൈത്രിയും ഭാരതി. ഈ എല്ലാ റിസർച്ചും ഇതിന് ചുറ്റുവട്ടത്താണ്. കാരണം ഈ 2 സ്റ്റേഷൻ തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ 2500 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഒരു സ്റ്റേഷൻ അടുത്തേക്ക് പോകാനോ നോക്കാനോ നമുക്ക് പറ്റില്ല. അതുപോലെ അതിനിടയിൽ എവിടെ നിന്ന് റിസർച്ച് ചെയ്യണമെങ്കിൽ ഒരു 100 കിലോമീറ്റർ പരിധിയിലാണ് ഇപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുക സ്റ്റേഷൻ്റെ അടുത്ത്. അപ്പോൾ അതിനപ്പുറമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ എന്താ പറയുക ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. അതായത് നമ്മളൊരു മൂവിങ് ഹൗസ് പോലെ അതിൽ തന്നെ റിസർച്ചും ചെയ്യാം, അതിൽ തന്നെ നമുക്ക് കിടന്നുറങ്ങാം, അതിൽ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിന് ഇത് പവർ സ്വന്തമായി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഈ അന്റാർട്ടിക്കയുടെ കാര്യത്തിൽ അതൊരു എല്ലാ രാജ്യങ്ങളിലെയും കൂടിയാണല്ലോ. അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഈ ട്രീറ്റി പോലെ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മറ്റുള്ള രാജ്യങ്ങളെ പോലെ, അതായത് UN രാജ്യങ്ങൾ ചേർന്നിട്ടാണ് അന്റാർട്ടിക്കയിലെ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അതേസമയത്ത് UN ഒരു അധികാരം ഇല്ലാത്ത ഏരിയയാണ് അന്റാർട്ടിക്ക. അഡ്മിനിസ്ട്രേഷൻ ഗവേണൻസും ശരിക്കും പറഞ്ഞാൽ അന്റാർട്ടിക് ട്രീറ്റി സിസ്റ്റമാണ്. അതായത് December 1, 1989 ഉണ്ടാക്കിയൊരു ട്രീറ്റിയാണത്. ആ ട്രീറ്റി ബേസിക്കലി പറഞ്ഞ അന്റാർട്ടിക്ക ഷുഡ് നോട്ട് ബി യൂസ് ഫോർ എനി കോൺഫ്ലിക്റ്റ്, ഇറ്റ്സ് ഓൺലി ഫോർ പീസ് ആൻഡ് സയൻസ്. സോ ദർഫോർ സയൻറ്റിഫിക് ആക്ടിവിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ബി ഡൺ. അന്റാർട്ടിക് ട്രീറ്റിയാണ് ഇതിൻ്റെ എല്ലാത്തിനെയും ഗവേൺ ചെയ്യും. അതിനകത്ത് ഒറിജിനലായിട്ട് 12 പേരാണ് സിഗ്നേറ്ററി ഉണ്ടായത്. പിന്നീട് അത് ഇപ്പോൾ 58 പേരായി. ഇപ്പോൾ ഇന്ത്യ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റി മെമ്പറാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യ 83 ട്രീറ്റിയിൽ ജോയിൻ ചെയ്തെന്ന് മാത്രമല്ല ആദ്യത്തെ കൺസൾട്ടേറ്റീവ് പാർട്ടി ആയിട്ടുള്ള ഒരു ഏഷ്യൻ രാജ്യമാണ്. അതായത് ചൈനയും ജപ്പാനേക്കാളൊക്കെ മുന്നിലാണ് നമ്മൾ അതിന് കൺസൾട്ടേറ്റീവ്സ് ആയിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അന്റാർട്ടിക് കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേദിയാണ്. അതായത് നമ്മളെ UN സമ്മേളനം ജനറൽ അസംബ്ലി നടക്കുന്ന പോലെയാണ് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്. കഴിഞ്ഞ വർഷം ഈ 2024 ഇവിടെ നമ്മൾ ഇന്ത്യയിൽ കൊച്ചിയിൽ, അതും നമ്മുടെ അടുത്ത് കൊച്ചി തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് വെച്ചാൽ നമ്മളെ ഇന്ത്യയുടെ ആ ഒരു ട്രീറ്റിക്കകത്തുള്ളൊരു ഇമ്പോർട്ടൻസ് ആണ്. കൺസൾട്ടേറ്റീവ് ഇപ്പോൾ 58 രാജ്യങ്ങൾ ട്രീറ്റി മെമ്പറാണെങ്കിലും 29 രാജ്യങ്ങൾക്ക് മാത്രമേ കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ഉള്ളൂ. അതായത് പകുതിയോളം. അതിലൊരു മെമ്പറാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭരിക്കാനുള്ള ഒരു ഓൺ ദ ടേബിൾ നിന്നാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് അതൊരു വളരെ നല്ലൊരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതിൻ്റെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാണ് വേറെ കാര്യം. ഒരു സ്ഥാനത്ത് ധരിക്കുമ്പോൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പുതിയതായിട്ട് ഇന്ത്യൻ അന്റാർട്ടിക് ആക്ട് കൊണ്ടുവന്നു 2022. കുറെ കൂടി എന്താ പറയുക, നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ എൻവയറമെൻറ്റിൽ എന്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നു, എന്തൊക്കെ അവിടെ പോകുന്ന ആൾക്കാരെങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അന്റാർട്ടിക്ക ഈസ് നോട്ട് ഫോർ എവരി വൺ. അന്റാർട്ടിക്ക അല്ലെങ്കിൽ ആർട്ടിക് പോലെ റിസർച്ചിന് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്യൂവൽ ഇൻറ്റൻസീവാണ്. കാരണം അങ്ങനത്തെ ഓപ്പറേഷൻസ് ആണത്, നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ പോളാർ കോഡ് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്യും. പോളാർ കോഡ് പറഞ്ഞാൽ ഇപ്പോൾ അന്റാർട്ടിക്കയിലോ ആർട്ടിക്കിലോ പോകുന്ന എല്ലാ വെസൽസും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് മറ്റേ എന്താ പറയുക പൊല്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫ്യൂവൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഒരു സ്റ്റേഷൻ റൺ ചെയ്യുന്ന ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അത് കുറക്കാനായിട്ട് ഒരുപാട് പുതിയ ടെക്നോളജികൾ വന്നു തുടങ്ങി. ഇത് വിൻഡ് എനർജി, അതേപോലെ സോളാർ, ഒരുപാട് സൺലൈറ്റ് ഉള്ള സ്ഥലമാണ്. സോ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഒരുപാട് സൺലൈറ്റ് ഉണ്ട്. അപ്പോൾ അത് കൂടിയ പ്രശ്നമാണ്. ഇതൊക്കെ കൊണ്ട് ഒരുപാട് നമ്മുടെ സ്റ്റേഷൻ റണ്ണിങ്ങിനൊക്കെ ഒരുപാട് ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ പറഞ്ഞ് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ 2ാമത്തെ സ്റ്റേഷനെ ഭാരതി ഉണ്ടാക്കുമ്പോൾ തന്നെ അത് വളരെ ഫ്യൂൽ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ്. ക്ലീൻ ചെയ്തിട്ടാണ് എയർ പുറത്തു വിടുക. അതേപോലെ അതുണ്ടാക്കുന്ന ചൂട്, ഒരുപാട് ആ ചൂട് ഉപയോഗിച്ചാണ് സ്റ്റേഷൻ ഹീറ്റ് ചെയ്യുക. അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരിത്. ഇനിയിപ്പോൾ വരാകുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ മൈത്രി സ്റ്റേഷൻ ഒരു പകരമായിട്ടൊരു സ്റ്റേഷൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ഗവൺമെൻറ് വെച്ച് ഒരു പ്രപ്പോസൽ. അതിനകത്ത് നമ്മൾ പുതിയ ആൾട്ടർനേറ്റീവ് എനർജി തന്നെ അവിടെ നോക്കാൻ പോകാണ്. കടലിലെ ഈ പര്യവേഷണങ്ങൾ, ധാതു ഖനനത്തിന് വേണ്ടിയിട്ടുള്ള ചില പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് ഇപ്പോഴത്തെ നവീന കാലത്ത് ഇലക്ട്രിക് സ്കൂട്ടറുകളും അതിലുൾപ്പെടെയുള്ള ബാറ്ററികളിൽ ഉപയോഗിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതെ,
അതായത് ഇനി വരാൻ പോകുന്ന ടെക്നോളജികളും ഇപ്പോഴുള്ള ടെക്നോളജികളും ഫ്യൂച്ചർ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞൊക്കെ വേണ്ടത് ഒരു വളരെ പ്രഷ്യസ് ആയിട്ട് പല മെറ്റൽസാണ്. നിക്കൽ, കാഡ്മിയം, സിങ്ക്, കോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഭൂമിയിൽ ഇത് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് ഓൾറെഡി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സോഴ്സ് എന്ന് പറഞ്ഞാൽ കടലാണ്. കാരണം കടൽ നമ്മുടെ 70% പിന്നെ എന്താ പറയുക പ്രതലത്തിൽ കടലാണ് കിടക്കുന്നത്. അതിൻ്റെ അടിത്തലങ്ങളിൽ ഒരുപാട് ഇത്തരം ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റാണ്. അതായത് എത്രമാത്രം ഇത് എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റബിൾ ആണെന്ന് കുറിച്ച് ചോദ്യമുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം വെച്ചാൽ നമ്മൾ അതിപ്പോഴത്തെ കാര്യമാണ്. ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ലാൻഡിൽ തന്നെയും കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ അവിടെ നിന്ന് എക്സ്പ്ലോറേഷൻ നടത്താൻ കോസ്റ്റ് കുറയുകയും ചെയ്യും ടെക്നോളജി മാറുന്നതനുസരിച്ച്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു 2 വർഷം മുമ്പേ കൊണ്ടുവന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് പ്രോജക്റ്റാണ് ഡീപ്പ് ഓഷൻ മിഷൻ എന്ന് പറയും. അതായത് കടലിൻ്റെ അടിത്തട്ടിലൊരു പഠനവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ധാതു ഗവേഷണം മാത്രമല്ല, അതിനകത്ത് എന്താ പറയുക ഫിഷറീസും എല്ലാം ഇൻവോൾവ് ആണ്. അതെല്ലാം കടലിന് ബ്ലൂ എക്കണോമി, വാട്ട് എവർ കോൺട്രിബ്യൂട്ടിങ് ടു ബ്ലൂ എക്കണോമി, കടലിൽ നിന്നുണ്ടാവുന്ന. കാരണം ഇപ്പോൾ ഇത് നമ്മുടെ ബ്ലൂ എക്കണോമി നമ്മൾ പറഞ്ഞെങ്കിൽ കോൺട്രിബ്യൂട്ട് ടു ദ GDP ഓൺലി 4%. 4% മാത്രമാണ് നമ്മളിപ്പോഴത്തെ GDPക്ക് കോൺട്രിബ്യൂട്ട്. പക്ഷേ കടലിൻ്റെ സാധ്യതകൾ അപാരമാണ്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് വെച്ചാൽ ഈ 4% ഒരു അറ്റ്ലീസ്റ്റ് 10% ആക്കാൻ നമുക്ക് അടുത്ത കാലത്ത് തന്നെ കുറച്ച് വർഷങ്ങൾ പറ്റുമോ. അപ്പോൾ അതിലേക്കുള്ളൊരു ചുവടുവെപ്പായിട്ടാണ് ഈ പറഞ്ഞ ഡീപ്പ് ഓഷൻ മിഷൻ. ഡീപ്പ് ഓഷൻ മിഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ കടലിൻ്റെ ഈ നമുക്കൊക്കെ അറിയാം ഇത് വൻകരകളിങ്ങനെ ഒരു പാളികളായി ചേർന്നുകൊണ്ടാണ് അവസാനം നമ്മളിങ്ങനെ ഇപ്പോൾ ഇന്ത്യ രാജ്യം പണ്ട് അന്റാർട്ടിക്കയിലെത്തായിരുന്നു. അതിപ്പോൾ വടക്കോട്ട് വന്ന് അവസാനം ഇത് യുറേഷ്യയായിട്ട് കൂട്ടിമുട്ടി നമ്മൾ അവസാനം ഹിമാലയം ഉണ്ടായി. ഇത് നമ്മൾ സ്ഥിരം പഠിക്കുന്ന കാര്യമാണ്. അതേസമയത്ത് എവിടെയാണ് പുതിയ ഭൂമി ഉണ്ടാവുന്നത്? അതാണ് കടലിൻ്റെ നടുവിലാണ് മിഡോഷ്യാനിക് റിഡ്ജ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാവുന്ന ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത്, അതായത് പുതിയ പ്രതലം ഉണ്ടാവുകയാണ്. ആ പ്രതലം ഉണ്ടാകുന്ന സ്ഥലത്ത് ഒരു പ്രത്യേകത വെച്ചാൽ അവിടെ ഒരു വിള്ളലുണ്ടാവും. ആ വിള്ളലിലൂടെ ഈ പറഞ്ഞ് ഇത് നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് മാഗ്മ ഇങ്ങനെ നമ്മൾ സാധാരണ ഇത് അഗ്നിപർവ്വതങ്ങളിൽ കാണുന്ന സാധനം, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ചെറിയ സുഷിരങ്ങളോട് വരുന്നതാണ്. അതുപോലെ ഈ കടലിൻ്റെ കൂടെ എന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വരുന്ന മാഗ്മ നമ്മൾ കടലിലെ വെള്ളമായിട്ട് ഇങ്ങനെ ഇത് ചേർന്ന് പല കെമിക്കൽ പ്രോസസ്സ് നടക്കുമ്പോൾ അതിന് ചില മെറ്റൽസൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. അതിൽ പെട്ടതാണ് ഈ പറഞ്ഞ കോപ്പർ, സിങ്ക്, കാഡ്മിയം, ഇതുപോലെ കുറേ പ്രഷ്യസ് ആയിട്ട് കുറേ മെറ്റൽസൊക്കെ അതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് പഠിക്കാൻ ഇത് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളാണ്. മിഡോഷ്യാനിക് റിഡ്ജ് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് മിഡോഷ്യാനിക് റിഡ്ജ് ഉണ്ട്, മിഡോഷ്യാനിക് ഇന്ത്യൻ റിഡ്ജ് ഉണ്ട്. അപ്പോൾ അവിടെ പഠിക്കണമെങ്കിൽ പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മളെ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരെയാണ്. നമ്മൾ പറഞ്ഞ ഈ കൊച്ചിയിൽ നിന്നൊക്കെ എത്രയോ 6000-7000 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ. അതുമാത്രമല്ല ഇത് വളരെ താഴെയാണ്. കടലിൻ്റെ ഏതാണ്ട് 4000 തൊട്ട് 6000 മീറ്റർ വരെ ഡെപ്തുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് പുതിയ ടെക്നോളജി വേണം, പുതിയ മെത്തേഡ്സ് വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡീപ്പ് ഓഷൻ മിഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ NCPR അതിൻ്റെ ഒരു മേജർ ഒരു കാര്യം ചെയ്യുന്നത് NCPR, ഇതിൻ്റെ ഡീപ്പ് സീ എക്സ്പ്ലോറേഷൻ എന്ന കാര്യം നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് പുതിയ ടെക്നോളജി, ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ് അല്ലെങ്കിൽ റോബോട്ടിക്കലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആക്ച്വലി, കാരണം കടലടുത്തെത്തുന്നൊരു പ്രശ്നം വെച്ചാൽ 2-3 കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ഇത്രയും ഇതായിട്ട് കടൽ വെള്ളം മാത്രമല്ല, താഴെ ഇരുട്ടാണ്, കംപ്ലീറ്റ്ലി ഡാർക്കാണ്. രണ്ടാമത് ഭയങ്കര പ്രഷറിലാണ് സ്ഥലം. ഇത്രയും ഈ പറഞ്ഞ 6 കിലോമീറ്റർ ഉള്ള കനമുള്ള വെള്ളം അതിൻ്റെ മുകളിൽ, അത്രമാത്രം പ്രഷറാണ്. അപ്പോൾ അവിടെ പോകുന്ന ഏതൊരു എക്യുപ്മെൻറ്റും ഏതൊരു ഇതും നമ്മൾ വിചാരിക്കുന്ന പോലെ വർക്ക് ചെയ്യില്ല. അപ്പോൾ അത്രമാത്രം ഹൈ എൻഡഡ് ആയിട്ടുള്ള ടെസ്റ്റഡ് ആയിട്ടുള്ളത് അതിനകത്ത് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ ഡീപ്പ് ഓഷൻ മിഷനുമായിട്ട് ഇപ്പോൾ നമ്മൾ NCPR ചെയ്തുകൊണ്ടിരിക്കുക. അത് പ്രത്യേകിച്ച് നമ്മൾ തെക്കേ ഇന്ത്യൻ സമുദ്രത്തിൽ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഈ നമ്മൾ ബിയോണ്ട് നമ്മൾ സാധാരണ നമുക്കറിയാം, നമ്മൾ കടൽ തീരം കഴിഞ്ഞ് നമുക്ക് പിന്നെ 12 നോട്ടിക്കൽ മൈൽ വരെ നമുക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ പറഞ്ഞ ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ട്, അതായത് നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇതും കഴിഞ്ഞാലുള്ള സ്ഥലത്തിനാണ് പറഞ്ഞത് ഇത് ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ. അവിടെ അതിനൊക്കെ മാനേജ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയാണ്. ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി ജമൈക്ക ബേസ്ഡ് ആയിട്ടൊരു സ്ഥാപനത്തിൽ അവരാണ് ലൈസൻസ് തരാം. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ലൈസൻസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ആക്ടിവിറ്റിയും ചെയ്യാം. അപ്പോൾ അതിനകത്ത് ലീഗൽ ഒരു ആക്ടിവിറ്റിയാണത്. അപ്പോൾ അങ്ങനെ ഒരു ഓൾറെഡി ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഞാൻ സൗത്ത് വെസ്റ്റ് ഇന്ത്യൻ റിഡ്ജിനും അതായത് തെക്കേ ഇന്ത്യൻ റിഡ്ജിനും അതേപോലെ സെൻട്രൽ ഇന്ത്യനും പോലും, അത്
ഇന്ത്യൻ ഒരു റിഡ്ജ് എന്ന് പറയുന്നത്, അതായത് ഒരു വലിയൊരു കരയാണ്. അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം വീണ്ടും ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. കാൾസ്ബർഗ് റിഡ്ജ്. കാൾസ്ബർഗ് റിഡ്ജ് തന്നെ നമ്മുടെ കുറേ കൂടി അറബിക്കടലിൻ്റെ നടുവിലുള്ളൊരു റിഡ്ജാണ്. അറബിക്കടലിലോട്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് താഴേക്കത് പോകുന്നത്. അപ്പോൾ അവിടെയും ഒരു പുതിയ ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അവിടെയും അവിടുത്തെ റിസർച്ച് ഇപ്പോൾ അവിടെയും സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ ഖനനമല്ല നമ്മൾ നോക്കുന്നത്. ഖനനം ആഫ്റ്റർവേർഡ്സ്. നമ്മളിപ്പോൾ നോളജ് എടുക്കും, ഒരുപാട് വർഷങ്ങളെടുക്കാം, ചിലപ്പോൾ ദശകങ്ങളെടുക്കാം. പക്ഷേ നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ഖനനം നടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിൽ പ്രധാന കാര്യങ്ങൾ എന്താണ് അവിടെ ഉള്ളതെന്ന് ശരിക്കും അറിയാം, എത്രമാത്രം ഉണ്ട്, അത് എത്രമാത്രം മാനേജബിളാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ കാര്യം വെച്ചാൽ കടലിനടി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും നമ്മളെപ്പോലും വലിയൊരു എക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥയാണ്. അവിടെ തന്നെ ഒരുപാട് ജീവികളുണ്ട്. ഈ പറഞ്ഞ് എന്താ പറയുക, വളരെ ഹൈ പ്രഷറിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. അവിടെ തന്നെ കണ്ണ് കാണാൻ പറ്റാത്ത സ്ഥലത്ത് ജീവിച്ച് അവിടെ ഒരു ഫോട്ടോസിന്തസിസും ഇല്ലാതെ പോലും ജീവിക്കുന്ന കിമോസിന്തസിസൊക്കെ കഴിഞ്ഞ് ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട്. അവരൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഇവിടുത്തെ കിടക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഫ്യൂച്ചറിൽ എപ്പോഴും ഒരു ഖനനം നടക്കുന്ന അവസ്ഥ വരുമ്പോഴും നമുക്ക് അവിടെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഇല്ലാതെ ചെയ്യണം. ആ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെയാണ് ഇപ്പോൾ നടന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന എന്തൊക്കെയുള്ളത് അത് തന്നെ ആദ്യം മറൈൻ സർവേ ചെയ്യുന്നു. പിന്നെ സർവേ കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വളരെ സ്പെഷ്യലൈസ്ഡ് ഓട്ടോണമസ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ആ സ്ഥലത്തൊക്കെ നിയർ സീ ബെഡ് അറിയും, കടലിനെ തൊട്ടിനടുത്ത് പോയിട്ട് സർവേ ചെയ്യും, ഫോട്ടോഗ്രാഫി ചെയ്യും, വീഡിയോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ അടുത്ത കാര്യം വെച്ചാൽ അവിടുത്തെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് പഠിച്ചു തുടങ്ങുന്നു. വളരെ നീണ്ടൊരു പ്രോജക്റ്റാണ്. ഒരു 10 വർഷങ്ങളിൽ മുന്നേ എടുക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇത്തരം പര്യവേഷണങ്ങൾക്ക് എത്രയാണ് ഇന്ത്യ ബജറ്റിൽ നീക്കി വെക്കുന്നത്? എങ്ങനെയാണ് അത്? ഇതൊരു 4000 കോടി പ്രോജക്റ്റായിരുന്നു ഇപ്പോൾ ഡീപ് ഓഷൻ മിഷൻ ഗവൺമെൻറ് അല്ല മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതും ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു ഇപ്പോൾ അന്റാർട്ടിക് നമ്മൾ ഈ പറഞ്ഞ പോളാർ മിഷൻ തന്നെ പറയാം, പോളാർ പ്രോജക്റ്റ് തന്നെ ഒരു എക്സ്പെഡീഷൻ റൺ ചെയ്തതാണ്. ഒരു കൊല്ലത്തിലൊരു ചുരുങ്ങിയതൊരു 180 തൊട്ട് 200 കോടി രൂപ ചിലവുള്ളൊരു പരിപാടി. കാരണം ഇത്രമാത്രം ഞാൻ പറഞ്ഞ വളരെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ എക്സ്പെൻസീവ്. അതായത് ധ്രുവ ഗവേഷണം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വളരെ എക്സ്പെൻസാണ്. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ചെയ്യാനും പറ്റില്ല. ഇന്ത്യ ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഭാഗ്യവരാണ്. അതൊരു 80-കളിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു കുറേ കൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ചേരുന്ന രാജ്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ കുറേ കൂടി ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു UAE ആയിട്ടൊരു MOU സൈൻ ചെയ്തു. അതിനകത്ത് നമ്മളാണ് അവർ മെൻറ്റർ ചെയ്യാൻ പോകുന്നത്. എന്താ വെച്ചാൽ നമ്മൾ മെൻറ്റർ ലീഡ് ചെയ്യുന്നു. നമ്മൾ ലീഡ് ചെയ്യാൻ അവർക്ക് they do not know anything and they have never gone there, no. So ആദ്യം എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് അതുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ ടേമിൽ മാത്രമേ ഇത് നോക്കാൻ പറ്റില്ല, അതിന് പല വശങ്ങളുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള ആശങ്കകളുടെ നടുക്ക് നമ്മൾ LCPRൻ്റെ ഒരു വാർഷികം വരുന്നുണ്ട്. അതിലെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഞങ്ങൾ അങ്ങനെ 25 വർഷം ഈ വർഷം ഇങ്ങനെ കംപ്ലീറ്റ് ആയിപ്പോയി. പാവമാണ്. ഈ ഏപ്രിൽ 5-ം തീയതി സിൽവർ ജൂബിലി ആഘോഷങ്ങളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിൽ ഒരുപാട് നല്ല പങ്ക് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ടായ ഒരു കാലമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല, ഞങ്ങൾ വളരെ പ്രിമിറ്റീവായി ചെറുതായി തുടങ്ങിയൊരു സ്ഥാപനം ഇപ്പോൾ വളർന്ന് പന്തലിച്ച് ഒരുപാട് ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഒരുപാട് എന്താ പറയുക റെക്കഗ്നിഷനെ കിട്ടുകയാണ്. അപ്പോൾ അതിന് അനുപാതമുള്ള ഇതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന പലതരത്തിലെ പ്ലാനിങ്, വളരെ എന്താ പറയുക വെൽ നോൺ സയൻറ്റിസ്റ്റുകളെ വിളിക്കുന്നു, അതേപോലെ ഇമ്പോർട്ടൻറ്റ് പോളിസി മേക്കേഴ്സിനെ വിളിക്കുന്നു. പിന്നെ കുറേ കൂടി അതുമാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് ഓൾസോ അടുത്ത ജനറേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മുടെയൊക്കെ ഈ പ്രായത്തിൽ ചിലപ്പോൾ ഈ കാളും ഏറ്റവും അനുഭവിക്കാൻ പോകുന്ന അടുത്ത ജനറേഷനായിരിക്കും. അപ്പോൾ ആ അടുത്ത ജനറേഷൻ ഉണ്ടാക്കലാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു അതിനുള്ള ഇതുകൂടിയാണ് വേദിയായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അവരുടെ ഇടയിൽ അവബോധം വളർത്താനും അവരെ കുറേ കൂടി ഇൻവോൾവ് ചെയ്യാനും അവർക്ക് കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് ഈ ഒരു പർട്ടിക്കുലർ ഈ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ട് ചെയ്യാൻ ഞങ്ങൾ വളരെ ഉദ്ദേശിക്കുന്നു. പിന്നെ പ്രധാനമായിട്ടൊന്ന് വരാൻ പോകുന്നത് ഞങ്ങൾക്ക് പുതിയൊരു പോളാർ ലാബ് ഉണ്ടായി. അതിപ്പോൾ ആ സമയത്ത് ഏതാണ്ട് ഇനോഗ്രേഷൻ നടക്കും. മാത്രമല്ല എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിന് നമുക്കിപ്പോൾ ഒരുപാട് ഫെസിലിറ്റി, അതായത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വളർന്നതനുസരിച്ച് പുതിയ ഫെസിലിറ്റീസ് ഉണ്ട്, പുതിയ ലബോറട്ടറീസ് ഉണ്ട്. അല്ല, മലയാളികൾ ഗോവയിൽ വരുന്ന ആളുകളും കൂടിയാണല്ലോ. അതിനകത്തൊരു പ്രധാനപ്പെട്ടൊരു കാണാൻ പറ്റിയ കാര്യം വെച്ചാൽ ഞങ്ങളൊരു രാജ്യത്ത് തന്നെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം ഉണ്ടാകാൻ പോകാൻ. രാജ്യത്ത് വേറെ അങ്ങനൊരു മ്യൂസിയം ഇല്ല. ആ മ്യൂസിയത്തിൽ നമ്മൾ ലൈവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. അതായത് മീൻസ്
ഇൻട്രാക്റ്റീവ് ഉണ്ടാവും, അതേ സമയത്ത് വളരെ ഹൈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബലി നമ്മളെ ഒരു വേൾഡ് ക്ലാസ് കാണുന്ന എല്ലാ ഒരു മ്യൂസിയം പോലെ ഉണ്ടാക്കാനാണ് നമ്മളെല്ലാ പ്ലാൻ. അത് പോളാറിൻ്റെ അവിടെ കുറേ കൂടി അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു തണുപ്പൊക്കെ ഉണ്ടാക്കി, അതേപോലെ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ അവിടെ കാണാവുന്ന കല്ലുകളും അവിടെ കാണുന്ന പല ജീവികളുടെയും പിന്നെ അവിടെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികളൊക്കെ വെച്ചിട്ടുള്ള ഒരു തരം പിന്നെ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്.